I guess welcome back. So date ഡിസംബർ 2 മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഒരു ഗ്യാപ് ഡൗൺ ആയിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. പിന്നെ ഒരു ട്രേഡ് പ്ലാൻ ചെയ്യുന്നത് പുട്ട് ഓപ്ഷനിലാണ്, നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി. മാർക്കറ്റ് ഓപ്പൺ ചെയ്തേ ഉള്ളൂ. ഓപ്പൺ ചെയ്ത സമയത്ത് ട്രേഡ് എടുക്കുന്നത് കുറച്ച് റിസ്ക്കിയാണ്. ഇപ്പോൾ ഏകദേശം ഈ ഒരു റെസിസ്റ്റൻസ് ലെവലിലാണ് ഉള്ളത്, റൈറ്റ്. ഞാൻ ആ ഒരു ട്രേഡ് എടുക്കുന്നതിന് ഞാൻ കോൺഫിഡൻ്റ് ആണ്. കാരണം ഞാൻ എടുക്കുന്ന ആ ഒരു സൈക്കോളജി മോസ്റ്റ് ഓഫ് ദ ടൈം വർക്ക് ചെയ്യുന്ന ഒരു സൈക്കോളജിയാണ്. മുൻപ് ഞാൻ ഒരുപാട് തവണ വീഡിയോസിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും കോൺഫിഡൻറ്റോടുകൂടി ഞാൻ ആ ട്രേഡ് എടുക്കുകയാണ്. ബാങ്ക് നിഫ്റ്റി പൊസിഷൻ എടുത്തിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം നിഫ്റ്റിയാണ് കുറച്ചുകൂടി എനിക്ക് കോൺഫിഡൻറ്റ്. ആ റീസൺ എന്നും പറയാം. എക്സിക്യൂട്ട് ആയിട്ടുണ്ട് നമ്മുടെ ഓർഡർ. അപ്പോൾ നമ്മൾ മുൻപത്തെ ഈ ഒരു സ്വിങ് ലോ നമ്മൾ നോക്കി, അതൊരു ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ലെവലാണ്. സോ മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്തിരിക്കുന്നത് ആ ഒരു സപ്പോർട്ടിൻ്റെ താഴെയാണ്. സോ അതൊരു സപ്പോർട്ട് ബിക്കം റെസിസ്റ്റൻസ് ആവും, അല്ലേ? പൊസിഷൻസ് ഓക്കെ. സോ സപ്പോർട്ട് ബിക്കം റെസിസ്റ്റൻസ് ആവും, റൈറ്റ്. അപ്പോൾ ഇന്ന് ഗ്യാപ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്തു. അപ്പോൾ ഈ പറയുന്ന സൈക്കോളജി നമ്മളൊന്ന് അനലൈസ് ചെയ്യുക. അതായത് മുൻപേ ബൈ ചെയ്തിരിക്കുന്ന ബയേഴ്സ്, റൈറ്റ്, ഈ ലെവലിൽ നോക്കിയിട്ട് ബൈ ചെയ്തിരിക്കുന്ന ഒരുപാട് ബയേഴ്സ് ഉണ്ടാവും, അല്ലേ? അതായത് കഴിഞ്ഞ ദിവസം ഇവിടുന്ന് ബൈ ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ടാവും, ഇവിടുന്ന് ബൈ ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ടാവും, ഇവിടുന്ന് ബൈ ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ട്. ബയേഴ്സ് ഉണ്ട്. കാരണം മാർക്കറ്റ് ഓൾ ടൈം ഹൈ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ എന്തായാലും അവർ കോൺഫിഡൻ്റ് ആണ്. അതുകൂടാതെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ലെവൽസ്, അതായത് ഈ ലെവൽസ് ഒക്കെ നോക്കി പൊസിഷണൽ ട്രേഡ് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അതിന് മുൻപേ ബൈ ചെയ്തിരിക്കുന്ന ബയേഴ്സ് ഉണ്ടാവും, ഈ ഒരു മൂവ്മെൻറ്റ് കണ്ടിട്ട്. അപ്പോൾ അവരുടെയൊക്കെ ഈ പറയുന്ന സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു ഇൻവാലിഡ് പോയിന്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന സപ്പോർട്ടിൻ്റെ താഴെ ആയിരിക്കും, റൈറ്റ്. അപ്പോൾ പെട്ടെന്നൊരു ദിവസം ഗ്യാപ് ഡൗൺ ആയിട്ട് ഈ ലെവലിൻ്റെ താഴെ ആയിരിക്കും സ്റ്റോപ്പ് ലോസ് ഉണ്ടായിരിക്കാം. പെട്ടെന്നൊരു ദിവസം ഇതിൻ്റെ താഴെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അവർ ആൾറെഡി ഒന്ന് ട്രിഗർ ആവും, അവർ ഫിയർ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങും, അല്ല? ഇപ്പം നിങ്ങളാണ് ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കൊരു ഫിയർ വരും. അപ്പോൾ ആദ്യത്തെ ഇനീഷ്യൽ ക്യാൻഡിൽ നോക്കുന്ന സമയത്ത് വീണ്ടും ആ ഒരു ലെവൽ ഒന്നും കൂടി ടെസ്റ്റ് ചെയ്യുവാണെങ്കിൽ നോർമലി പറയുന്ന ആൾക്കാരൊക്കെ പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്യാനുള്ള സാധ്യതകളാണ് കൂടുതലുള്ളത്. ഇപ്പോഴത്തെ പ്രോഫിറ്റ് ബുക്കിംഗ് മീൻസ് ബൈ ചെയ്ത ആൾക്കാർ പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്യുമ്പോൾ എങ്ങോട്ടാണ് മാർക്കറ്റ് മൂവ്മെൻറ്റ് നടത്തുക? ഡെഫിനറ്റ് സെൽ ഓർഡറാണ്, മാർക്കറ്റിൽ താഴോട്ടാണ്, സെല്ലിംഗ് മൊമെൻ്റ് ആണ് ഉണ്ടായത്, റൈറ്റ്. മാർക്കറ്റ് താഴോട്ട് മൂവ്മെൻറ്റ് നടത്തും. ഇതാണ് എൻ്റെ ഒരു വ്യൂ. ഞാൻ ഈ ഒരു സൈക്കോളജി മോസ്റ്റ് ഓഫ് ദ ടൈം വർക്ക് ചെയ്യും. അതുകൂടാതെ ഈ ലെവലിൽ എത്തുന്ന സമയത്ത് പുതിയ ഫ്രഷ് സെല്ലേഴ്സും വരും. എന്നെ പോലുള്ള ആൾക്കാർ വരുന്ന സമയത്ത് അവിടെ ഒരു സെല്ലിംഗ് മൊമെൻറ്റം, ഒരു സെല്ലിംഗ് പ്രഷർ അവിടെ മാർക്കറ്റിൽ, അത് താഴോട്ട് കൊണ്ടുപോകും മാർക്കറ്റിനെ. മോസ്റ്റ് ഓഫ് ദ ടൈം വർക്ക് ചെയ്യുന്ന പറഞ്ഞിട്ട് എല്ലാ തവണയും വർക്ക് ചെയ്യുന്നില്ല. അത് വർക്ക് ചെയ്തില്ലെങ്കിൽ നോർമലി നമ്മൾ എന്തായാലും റിസ്ക് എടുക്കുകയാണ്, അല്ലേ? ട്രേഡിൽ പ്രോഫിറ്റ് എടുക്കുന്ന റിസ്ക് എടുക്കണം. സോ ആ ഒരു റിസ്ക് അവിടെ മാനേജ് ചെയ്തിട്ടുണ്ട്. അതിന് മുകളിലോട്ട് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ലോസ് ബുക്ക് ചെയ്യും. നിഫ്റ്റി കുറച്ചുകൂടി നമുക്ക് ഒരു വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നിഫ്റ്റിയും സെയിം സൈക്കോളജി തന്നെയാണ്. ഇവിടെ നമുക്ക് സപ്പോർട്ട് ലെവൽ ഉണ്ട്, അതിൻ്റെ താഴെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. പക്ഷേ നിഫ്റ്റിയിൽ നിന്ന് എക്സ്പയറി ഡേ ആണ്. എക്സ്പയറി ഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഷോർട്ട് ടേം ട്രേഡേഴ്സിൻ്റെ പൊസിഷൻ, അപ്പോൾ അവർക്കായിരിക്കും കുറച്ചുകൂടി കൂടുതൽ ഫിയർ, റൈറ്റ്. എസ്പെഷ്യലി പുട്ട് ഓപ്ഷൻ റൈറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർ. അപ്പോൾ അവർ എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് ഷാർപ്പ് അപ്സൈഡ് മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പ്രീമിയത്തിൽ സ്പൈക്ക്, ഗാമ, റൈറ്റ്. അപ്പോൾ ഇവിടെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ ചെറിയ പ്രോഫിറ്റ് റണ്ണിങ്ങിലാണ്. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം. ട്രേഡ് എടുത്തിട്ടുണ്ട്. ട്രേഡ് എടുത്തു കഴിഞ്ഞ് ഒരുപാട് ഇമോഷൻസ് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. സമാധാനത്തോടുകൂടി വെയിറ്റ് ചെയ്തിരിക്കാം. അപ്പോൾ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗേസ്, അപ്പോൾ ട്രേഡ് എടുത്ത് കഴിഞ്ഞ് കുറച്ച് സമയമായി. ആ ഒരു വ്യൂ അനുസരിച്ചിട്ട് ചെറിയ രീതിയിലുള്ള റെഡ് ക്യാൻഡിൽ ഫോർമേഷൻ തുടങ്ങിയിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റി ആൻഡ് നിഫ്റ്റി ഓൾസോ. ബാങ്ക് നിഫ്റ്റി ജസ്റ്റ് ബിലോ ആ ഒരു ലെവലാണ്. പക്ഷേ നിഫ്റ്റി കുറച്ചുകൂടി താഴോട്ട് വന്നിട്ടുണ്ട്. ആ ഒരു സെല്ലിംഗ് മൊമെൻറ്റം അവിടെ ഉണ്ട്. നിയർലി ഡേ ലോൻ്റെ ഒക്കെ അടുത്തെത്താനായിട്ടുണ്ട്. പ്രോഫിറ്റ് നോക്കുവാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി അങ്ങനെ വലുതായിട്ടൊന്നും തന്നില്ലെങ്കിലും നിഫ്റ്റി ഒറ്റയ്ക്ക് അത് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് ആ ഒരു പൊസിഷൻ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞത്, എനിക്ക് പല ട്രേഡുകൾ ഇതുപോലെ മിസ് ചെയ്തിട്ടുണ്ട്. നിഫ്റ്റിയിൽ നല്ല മൂവ്മെൻറ്റ് വരും, പക്ഷേ ബാങ്ക് നിഫ്റ്റി പലപ്പോഴും ഒന്ന് പമ്മിയിരിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിഫ്റ്റിയിൽ കൂടി ട്രേഡ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിഫ്റ്റി നല്ല മൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം. എൻ്റെ മെയിൻ ട്രേഡ് എപ്പോഴും ബാങ്ക് നിഫ്റ്റിയാണ്. അപ്പോൾ ബാങ്ക് നിഫ്റ്റി നോക്കാം ആ ഒരു ടാർഗറ്റ് കിട്ടുമെന്നുള്ളത്. അറ്റ്ലീസ്റ്റ് ഡേ ലോ വരെയൊക്കെ പോവുകയാണെങ്കിൽ വലിയ പ്രോഫിറ്റ് നമുക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം. നിഫ്റ്റി എന്തായാലും കോൺഫിഡൻ്റ് ആണ്. നിഫ്റ്റി അത്യാവശ്യം നല്ല മൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ നിഫ്റ്റിയുടെ പൊസിഷൻ ഞാൻ എടുത്തിരിക്കുന്നത് മുൻപ് എൻ്റെ ട്രേഡ്സിലൊക്കെ റിവ്യൂ ചെയ്തിട്ട് ഞാൻ പുതിയതായിട്ട് അത്രയായിട്ടില്ല ഞാൻ നിഫ്റ്റിയുടെ ട്രേഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ട് ഈ ഒരു സെറ്റപ്പ്. അപ്പോൾ മേ ബി ഇനീഷ്യലി കുറച്ച് എറർസൊക്കെ കാര്യങ്ങളുണ്ടാവും പൊസിഷൻ സൈസിങ്ങിൽ, പക്ഷേ അതൊക്കെ റിവ്യൂ ചെയ്ത് നോക്കണം. വരുന്ന ഈ ഒരു മാസത്തെ ട്രേഡ് നോക്കിയിട്ട് വേണം ഒരു കൺക്ലൂഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒരു ബാലൻസിന് വേണ്ടിയാണ് ഞാൻ നിഫ്റ്റിയുടെ പൊസിഷൻ എടുത്തിരിക്കുന്നത്. ഓക്കെ.
അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം. ഓക്കെ കേസ്, അപ്പം നമ്മുടെ ട്രേഡ് ഇവിടെ നിന്ന് ഞാൻ എൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുവാണ്. മെയിൻ പ്രോഫിറ്റ് നിഫ്റ്റിയിലാണ് ഉള്ളത്, റൈറ്റ്. അപ്പോൾ എന്തായാലും ഞാൻ ഇനി അധികം വെയിറ്റ് ചെയ്യുന്നില്ല, ഞാൻ എൻ്റെ പ്രോഫിറ്റ് ഇവിടെ ബുക്ക് ചെയ്യുവാണ്, റൈറ്റ്. ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 14% ആയിട്ട് പ്രോഫിറ്റ്. നിഫ്റ്റിയാണ് മെയിൻ ട്രേഡ്, റൈറ്റ്. ബാങ്ക് നിഫ്റ്റി അങ്ങനെ താഴോട്ട് പോയില്ല, മാർക്കറ്റിൽ ഒരു ഇൻട്രാഡേ സപ്പോർട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ അവിടെ നിന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്തത്. അറ്റ് ഓൾസോ ടൈം നിഫ്റ്റി നമുക്ക് നല്ല രീതിയിൽ ഫാള് തന്നിട്ടുണ്ട്, ഡേലോയൊക്കെ ബ്രേക്ക് ഉണ്ട്, നല്ലൊരു ഫാള് തന്നെ തന്നിട്ടുണ്ട്. ഇന്ന് എക്സ്പയറി ആയതുകൊണ്ട് തന്നെ ചെറിയ പുൾ ബാക്ക് വന്നാൽ പോലും പ്രീമിയത്തിൽ നല്ല രീതിയിൽ ഡീക്ക് വരും, ഫാസ്റ്റായിട്ട് ടപ്പയാന്ന് പറഞ്ഞിട്ട് പ്രീമിയം താഴോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പിന്നെ ഞാൻ അധികം ഹോൾഡ് ചെയ്യാതിരുന്നത്, റൈറ്റ്. സോ ഇനി നല്ലൊരു ദിവസമായിരുന്നു. അപ്പോൾ ഇനി വേറെ ട്രേഡ് ഇല്ല, പുതിയൊരു ദിവസമായിട്ട് കാണാം. സോ ബൈ.